ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എള്ളും അവലും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതിന് ഒന്ന് നോക്കിയിട്ട് വരാം. റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കറുത്ത എള്ളാണ്. ഞാനിവിടെ 1.5 കപ്പ് എള്ളാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെയിലത്തിട്ട് ഉണക്കിയിട്ട് എടുത്തിട്ടുള്ള എള്ളാണ് കേട്ടോ. എള്ള് നന്നായിട്ട് കഴുകണം, അതിൽ ധാരാളം മാലിന്യങ്ങളൊക്കെ കാണും. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് എടുക്കുക. ഇനിയിപ്പോൾ വെയിലത്തിട്ട് ഉണക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഇതൊരു അരിപ്പയിലേക്ക് മാറ്റുക. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പോയതിന് ശേഷം ഒരു തുണിയിലേക്ക് വിരിച്ചിട്ട് ഫാനിൻ്റെ അടിയിൽ കൊണ്ടുവച്ചാൽ മതിയാവും. കുറച്ച് കഴിയുമ്പോഴേക്കും അതൊന്ന് ഉണങ്ങി കിട്ടും. അതിനുശേഷം നമുക്കിതൊന്ന് വറുത്തിട്ടെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് വറുത്തിട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തിട്ടെടുക്കാം. എള്ളിൽ ധാരാളം അയണൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ രക്തക്കുറവുള്ളവർക്കൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുമാത്രമല്ല, ഇതിൽ ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. എള്ളിങ്ങനെ വറുത്ത് വരുംതോറും ഇതിങ്ങനെ പൊട്ടി പൊട്ടി വരും. അതുവരെ വേണം വറുത്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് കരിഞ്ഞൊന്നും പോകരുത്, ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വറുക്കുക കേട്ടോ. അപ്പോൾ ഇതാ എള്ളിവിടെ നന്നായിട്ടൊന്ന് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്ത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അവലാണ്. ഞാനിവിടെ 2 കപ്പ് മട്ട അവലാണ് എടുത്തിട്ടുള്ളത്. മട്ട അവൽ തന്നെ എടുക്കുക കേട്ടോ. അത് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതും ഒന്ന് വറുത്തിട്ടെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഇതൊന്ന് ചുരുങ്ങി വരും. അതുപോലെ തന്നെ നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് ഒടിച്ചു നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു കിട്ടുകയും പൊടിഞ്ഞു കിട്ടുകയൊക്കെ ചെയ്യും. അതുവരെയാണ് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ ഇതാ അവലും ഇവിടെ ഒന്ന് റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് എടുത്ത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കപ്പലണ്ടിയാണ്. ഞാനിവിടെ പച്ചക്കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു കപ്പലണ്ടി ഒന്ന് നന്നായിട്ട് തന്നെ വറുത്തിട്ടെടുക്കാം. റോസ്റ്റ് ചെയ്തിട്ടുള്ള കപ്പലണ്ടിയ കയ്യിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. തോലോട് കൂടിയിട്ടുള്ളതാണെങ്കിൽ ആ തോലൊക്കെ ഒന്ന് മാറ്റിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ അത് കപ്പലിൻ്റെ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇതും നമുക്കൊന്ന് എടുത്ത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബദാമാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിലാണ് ബദാം എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതിങ്ങനെ പൊട്ടി പൊട്ടി വരും, അതുവരെ വേണം ഒന്ന് വറുത്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ബദാം ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇടയ്ക്കൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നത്, അതുവരെ വേണം നമ്മളൊന്ന് വറുത്തിട്ടെടുക്കാൻ. അപ്പോൾ ബദാം നമുക്കൊന്ന് എടുത്ത് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങയാണ്. ഫ്രഷായിട്ട് ചിരകിയ തേങ്ങ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. 1 കപ്പ് അളവിലാണ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ തേങ്ങ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം. ഇതിൻ്റെ ഒരു വെള്ളം തന്നെ ഒക്കെ ഒന്ന് മാറിയിട്ട് ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവുന്നിടം വരെ വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ തേങ്ങയും ഇവിടെ നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കളറും ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും ഒന്ന് എടുത്ത് മാറ്റി വെക്കാം. പിന്നീട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കരിപ്പെട്ടിയാണ്. ഞാനിവിടെ 300 ഗ്രാം അളവിലാണ് കരിപ്പെട്ടി എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതാ കരിപ്പെട്ടി ഇവിടെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചിട്ടെടുക്കാം. അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് ഈ അരിച്ചെടുത്ത കരിപ്പെട്ടിയുടെ പാനി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന എള്ള് കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി നമുക്കിത് യോജിപ്പിച്ചിട്ടെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അവൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചുക്ക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനായിട്ടുള്ളത് ബദാമാണ്. അത് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഫൈനായിട്ടല്ല പൊടിച്ചിട്ടുള്ളത്, ചെറിയ തരിതരിയായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സാക്കിയിട്ട് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കപ്പലണ്ടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാതും കൂടി നന്നായിട്ട് ഒന്നും കൂടി യോജിപ്പിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള എള്ള് വിളയിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നാൾ വരെയൊക്കെ ഇത് കേടുകൂടാതിരിക്കും കേട്ടോ. പുറത്ത് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. പിന്നീട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലും സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിക്കോളൂ. കർക്കിടക മാസത്തിൽ മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. ബ്ലഡ് കൂടാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ.
കർക്കിടകം റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ടു നോക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.